ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു PSC ടോപ്പർ. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, PSC ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനും അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കുമാണ് നമ്മൾ ഈ ചാനൽ കൂടുതലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് 9ലെ സിലബസിൽ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസ് 9ലെ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അത് പഴയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ 9th 7th അതുപോലെ 5th ക്ലാസ്സുകളിൽ സിലബസുകൾക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള പുതിയ ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. കാരണം ബയോളജി ക്ലാസ്സുകളാണ്. ഈ ക്ലാസ്സുകളിൽ ഒരു ചാപ്റ്റർ ആണെങ്കിൽ പോലും അത്യാവശ്യം ലെന്തി ക്ലാസ്സാണ്. കുറേ അധികം ടോപ്പിക്കുകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ്. ഫോട്ടോസിന്തസിസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കറിയാം, കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യമാണല്ലേ. അപ്പോൾ അതിന് തന്മാത്രകൾ എന്ന് വെച്ചാൽ അതിനുള്ള എക്സാമ്പിൾസാണ് ഈ കാർബൺ, അതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, ഇങ്ങനെ പല അധികം മൂലകങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ പറയുന്ന തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പോൾ കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്ത് ആവശ്യമാണ്? നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. ഈ തന്മാത്രകൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം പോലുള്ള മൂലകങ്ങൾ ഉൾപ്പെടുത്തിയാണ്. ഇനി എന്താണ് ബയോമോളിക്യൂൾസ്? അതൊക്കെ നമ്മളോടൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. കാർബോഹൈഡ്രേറ്റ്, അതുപോലെ പ്രോട്ടീൻ, അതുപോലെ ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണല്ലേ. ഇവയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോമോളിക്യൂൾസിന് ഇവിടെ എക്സാമ്പിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇവയെല്ലാം ബയോമോളിക്യൂൾസിന് എക്സാമ്പിളാണ്. നമ്മളോട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഈ താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾ അല്ലാത്തത് ഏത്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇവയെല്ലാം ബയോമോളിക്യൂൾസിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താ? അത് ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബയോമോളിക്യൂൾസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ലിപ്പിഡ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇവയെല്ലാം പറഞ്ഞല്ലേ. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റുകൾക്കുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നവയാണ്. അവയാണ് ഗ്ലൂക്കോസ്, അതുപോലെ ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റുകൾക്കുള്ള എക്സാമ്പിൾസ് ആണ്. പഠിച്ചു വെക്കണം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റുകൾക്കുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി ലിപ്പിഡുകൾക്കുള്ള എക്സാമ്പിൾസ് എന്താണ്? അവ കൊഴുപ്പുകൾ, എണ്ണകൾ, ഇവയെല്ലാം ലിപ്പിഡുകളാണ് അല്ലേ. കൊഴുപ്പുകളും എണ്ണകളും ഒക്കെ ലിപ്പിഡുകളാണ്. അതുപോലെ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡികൾ, ഇവയെല്ലാം പ്രോട്ടീൻസ് ആണ്. ഓർത്ത് വയ്ക്കുക, എൻസൈംസ്, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ, ഇവയൊക്കെ എന്താണ്? ഇവയൊക്കെ പ്രോട്ടീൻസ് ആണ്. അറിഞ്ഞു വയ്ക്കുക. ഇനി ന്യൂക്ലിക് ആസിഡ് എന്താണ്? DNA, RNA. DNA എന്താണ്? ഡയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇനി RNA ആണെങ്കിൽ അത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇവയെല്ലാം നമ്മൾ ബാക്കി ചാപ്റ്ററുകളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഈ ചാപ്റ്റർ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ തരുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുക ഇവയെല്ലാം. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരും. അപ്പോഴൊന്ന് നോട്ട് ചെയ്ത് പോവുക. ബയോമോളിക്യൂൾസ് ആണ് കാർബോഹൈഡ്രേറ്റുകൾ, അതുപോലെ ലിപ്പിഡുകൾ, അതുപോലെ പ്രോട്ടീനുകൾ, അതുപോലെ ന്യൂക്ലിക് ആസിഡുകൾ. കാർബോഹൈഡ്രേറ്റുകൾക്കുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അവയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ. പഠിച്ചു വെക്കണം. കാർബോഹൈഡ്രേറ്റുകൾക്കുള്ള എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവയാണ്. ലിപ്പിഡുകളാണ് എണ്ണകൾ, അതുപോലെ കൊഴുപ്പുകൾ അല്ലേ. ലിപ്പിഡുകളാണ് എണ്ണകൾ, കൊഴുപ്പുകൾ. ഈ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ, ഇവയെല്ലാം പ്രോട്ടീനുകളാണ്. ഇനി ന്യൂക്ലിക് ആസിഡുകൾ നോക്കാം. DNA, RNA, അവ ന്യൂക്ലിക് ആസിഡുകൾക്കുള്ള എക്സാമ്പിളാണ് അല്ലേ. DNA, RNA. DNA എന്താണ്? അത് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA ആണെങ്കിൽ അത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്.
ഇനി നമ്മൾ ബയോമോളിക്യൂൾസ് പറഞ്ഞല്ലേ. ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ എന്താണ്? അത് ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണെന്ന് പറയാം. കോശഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെയാണ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ കോശഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ ഏതാണ്? അത് ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ ബയോമോളിക്യൂൾസിലെ 4ആയിട്ട് തിരിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? അത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റുകളാണ്. ലിപ്പിഡുകളാണ് കൊഴുപ്പുകൾ, എണ്ണകൾ. പ്രോട്ടീനുകളാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡുകളാണ് DNA, RNA. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ ഒറ്റ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു പോകാം കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം കാർബോഹൈഡ്രേറ്റ് എന്താണ്. ഇത് ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് കണ്ടൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാരണം കൂടുതൽ മനസ്സിലായി പോകാൻ വേണ്ടിയാണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ ചേർന്ന തന്മാത്രകളാണ് കാർബോഹൈഡ്രേറ്റുകൾ. അവ എന്താണ്? അവ ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടങ്ങളാണ് അല്ലേ. അത് ഓർത്ത് വയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ അത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇവയിൽ നിന്ന് ചേർന്നുണ്ടാകുന്ന തന്മാത്രകളെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത്. അവ ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടമാണ്. ഈ കാർബോഹൈഡ്രേറ്റുകൾ ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? പഞ്ചസാരകൾ, അതുപോലെ അന്നജം, നാരുകൾ, അങ്ങനെ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റുകൾ കാണപ്പെടുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ ഏതൊക്കെ രൂപത്തിലാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ പറയാം പഞ്ചസാരകൾ, അന്നജം, നാരുകൾ ഇങ്ങനൊരു രൂപത്തിലാണ് ഈ കാർബോഹൈഡ്രേറ്റുകൾ കാണപ്പെടുന്നത്. അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, ലാക്ടോസ് ഇവയെല്ലാം പഞ്ചസാരകളുടെ പല ഫോമുകളാണ് അല്ലേ. ഇപ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, ലാക്ടോസ് ഇതെല്ലാം പഞ്ചസാരയ്ക്ക് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അതെല്ലാം ഈ പറയുന്ന നമ്മുടെ കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ അന്നജം, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇവയെല്ലാം കാർബോഹൈഡ്രേറ്റുകൾക്ക് എക്സാമ്പിളാണ്. നമുക്കറിയാം സെല്ലുലോസ് പോലുള്ള നാരുകളെ മനുഷ്യർക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല. അത് നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു പോകുന്നതാണ്. സെല്ലുലോസ് പോലുള്ള നാരുകളെ മനുഷ്യർക്ക് ദഹിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് നാരുകൾ പ്രധാനമാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ഭക്ഷണ ഉൽപ്പന്നങ്ങളിലായിരിക്കാം പൊതുവെ കാർബോഹൈഡ്രേറ്റുകൾ കാണപ്പെടുന്നത്? അത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പല ഭക്ഷണങ്ങളിലെയും പ്രധാന ഘടകം ഏതാണ്? അത് കാർബോഹൈഡ്രേറ്റുകളാണ്. ഇത് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇതൊന്നും നമ്മളോട് എക്സാമിന് ചോദിക്കണമെന്നല്ല, പക്ഷെ നമുക്കിതൊരു അറിഞ്ഞു വെച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ക്ലാസ്സുകളിലെ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് വെച്ചാൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ ചേർന്ന തന്മാത്രകളാണ് കാർബോഹൈഡ്രേറ്റുകൾ എന്നറിയപ്പെടുന്നത്. അവ എന്താണ്? ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടങ്ങളാണെന്ന് പറയാം അല്ലേ. ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടങ്ങളാണെന്ന് പറയാം. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റുകൾ പല രീതിയിലാണ് അല്ലെങ്കിൽ പല ഫോമിലാണ് കാണപ്പെടുന്നത്. അത് പഞ്ചസാരകൾ, അന്നജം, നാരുകൾ എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റുകൾ കാണപ്പെടുന്നത്. അതുപോലെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, നമ്മുടെ സുക്രോസ്, ലാക്ടോസ്, അതുപോലെ അന്നജം, ഗ്ലൈക്കോജൻ, സെല്ലുലോസ് ഇവയെല്ലാം നമ്മുടെ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല ഭക്ഷണങ്ങളിലും പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, അതുപോലെ പാലുൽപ്പന്നങ്ങൾ ഇവയിലെല്ലാം പ്രധാന ഘടകം എന്താണ്? അത് കാർബോഹൈഡ്രേറ്റുകളാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി ലിപ്പിഡുകൾ നമ്മൾ പറഞ്ഞു. ലിപ്പിഡുകൾ കൊഴുപ്പ്, എണ്ണകൾ അതൊക്കെയാണ് അല്ലേ ലിപ്പിഡുകൾ. അതായത് ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും കൂടി ചേർന്നിട്ടുള്ള സങ്കീർണ തന്മാത്രകളാണ് ലിപ്പിഡുകൾ. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ ജലത്തിൽ ലയിക്കില്ല അല്ലേ. ജലത്തിൽ ലയിക്കില്ല. കൊഴുപ്പ്, എണ്ണകളൊക്കെയാണെന്ന് പറഞ്ഞു ജലത്തിൽ ലയിക്കില്ല. ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും കൂടി ചേർന്നിട്ടുള്ള സങ്കീർണ തന്മാത്രകളാണ് ലിപ്പിഡുകൾ. ഓർത്ത് വയ്ക്കുക. ഊർജ്ജ സംഭരണം, അതുപോലെ തന്നെ കോശസ്ഥലങ്ങളിലൂടെയുള്ള സംവഹനം ഇവയൊക്കെയാണ് ഇതിൻ്റെ ധർമ്മം. അതുകൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളും കൂടി ചേർന്നിട്ടുണ്ടാകുന്ന സങ്കീർണ തന്മാത്രകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിപ്പിഡുകൾ എന്ന് പറയുന്നത്. അത് കൊഴുപ്പുകൾ, എണ്ണകൾ അങ്ങനെ പല രൂപത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഇവ ജലത്തിൽ ലയിക്കുന്നവയല്ല. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി എന്താണ് പ്രോട്ടീനുകൾ?
പ്രോട്ടീൻ എന്ന് വെച്ചാൽ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നിട്ടുള്ള സങ്കീർണ തന്മാത്രയാണ് പ്രോട്ടീനുകൾ. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് 20ഓളം വ്യത്യസ്ത തരം അമിനോ ആസിഡുകളാണ് പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകങ്ങൾ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പ്രോട്ടീൻ എന്തിനാണ് കൂടുതലും നമ്മുടെ ശരീരത്തിൽ, എന്താണ് പ്രോട്ടീൻ്റെ പ്രത്യേകത? അപ്പോൾ പ്രോട്ടീനാണ് എന്ത് ചെയ്യുന്നത്, ശരീരത്തിലെ കോശഘടന, അതുപോലെ പ്രവർത്തനം, നിയന്ത്രണം എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ വളർച്ചയ്ക്ക്, വികാസത്തിന്, അതിനൊക്കെ എന്ത് വേണം, പ്രോട്ടീൻസ് ആവശ്യമാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. പ്രോട്ടീൻസ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു, എൻസൈംസ്, ഹോർമോൺസ്, ആൻറ്റിബോഡീസ്, ഇവയെല്ലാം പ്രോട്ടീൻസിനുള്ള ചിലതരം വിവിധ തരം പ്രോട്ടീൻസുകളിൽ ഉൾപ്പെടുന്നതാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ പ്രോട്ടീനുകൾ എന്താണ്? വിവിധ തരം അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന സങ്കീർണ തന്മാത്രകളാണ് പ്രോട്ടീനുകൾ. അപ്പോൾ 20 തരം വ്യത്യസ്ത അമിനോ ആസിഡുകളാണ് പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകങ്ങൾ. അമിനോ ആസിഡുകൾ വെച്ചാണ് പ്രോട്ടീൻ നിർമ്മിച്ചിട്ടുള്ളത്. അതൊന്ന് ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. കൂടുതലും പ്രോട്ടീൻസ് എന്താണ്, ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും തകരാറുകളുടെ പരിഹരണത്തിനും ഒക്കെ എന്താണ് ആവശ്യമായിട്ടുള്ളത്, പ്രോട്ടീൻസ് ആണ്. പിന്നെ നമ്മൾ മുമ്പത്തെ ഒരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എൻസൈംസും ഹോർമോൺസും ആൻറ്റിബോഡീസൊക്കെ പ്രോട്ടീൻസിനുള്ള എക്സാമ്പിളാണ്. ഇനി നോക്കാം, എന്താണ് ന്യൂക്ലിക് ആസിഡുകൾ. നമ്മൾ പറഞ്ഞു ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെയാണ്? DNA-യും RNA-യും ആണല്ലേ. DNA-യും RNA-യും ന്യൂക്ലിക് ആസിഡാണ്. DNA എന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അതുപോലെ RNA ആണെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡാണ്. അപ്പോൾ ഈ DNA ആണെങ്കിൽ ജനിതക വിവരങ്ങൾ സൂക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും നിർണായ പങ്കുവഹിക്കുന്ന തന്മാത്രകളെയാണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജനിതക വിവരങ്ങൾ സൂക്ഷിക്കുന്നതിലും കൈമാറുന്നതിലും നിർണായ പങ്കുവഹിക്കുന്ന തന്മാത്രകളെ എന്ത് പറയുന്നു? അവയെ ന്യൂക്ലിക് ആസിഡുകൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ DNA എന്താണ്? അത് ഒരു പാരമ്പര്യ വസ്തുവാണല്ലേ. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും പ്രവർത്തനം, വളർച്ച, പ്രത്യുൽപാദനം എന്നിവയ്ക്കുള്ള ജനിതക നിർദ്ദേശങ്ങൾ വഹിക്കുന്ന പാരമ്പര്യ വസ്തുവാണ് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി പ്രോട്ടീൻ നിർമ്മാണം, ജീൻ നിയന്ത്രണം, മറ്റ് കോശ പ്രക്രിയകൾ എന്നിവയിൽ RNA ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ പാരമ്പര്യ വസ്തുവായി പ്രവർത്തിക്കുന്ന DNA ആണ്. എന്നാൽ RNA ആണെങ്കിൽ അത് ജീൻ നിയന്ത്രണം, പ്രോട്ടീൻ നിർമ്മാണം, മറ്റു കോശ പ്രക്രിയകൾ എന്നിവയിൽ പ്രധാന പങ്കുവഹിക്കുന്നത് RNA ആണ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് എന്താണ്? ജനിതക വിവരങ്ങൾ സൂക്ഷിക്കുന്നതിലും കൈമാറുന്നതിലും നിർണായ പങ്കുവഹിക്കുന്ന തന്മാത്രകളെയാണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അറിഞ്ഞു വയ്ക്കുക. DNA, RNA അതിൻ്റെ ന്യൂക്ലിക് ആസിഡുകൾക്കുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്തത് എന്താണ് മെറ്റാബോളിസം എന്ന് നോക്കാം. മെറ്റാബോളിസം എന്ന് വെച്ചാൽ ബയോമോളിക്യൂൾസ് നമ്മൾ പറഞ്ഞല്ലോ. ബയോമോളിക്യൂൾസും അതുപോലെ മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ജീവലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ വളർച്ച, റീപ്രൊഡക്ഷൻ, ഇവയെല്ലാം ചലനങ്ങൾ, അവയെല്ലാം ജീവലക്ഷണങ്ങളാണ്. അപ്പോൾ ബയോമോളിക്യൂളുകളും കുറേയധികം രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ജീവിയുടെ ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. അത്തരം രാസപ്രവർത്തനങ്ങളെ മൊത്തമായി നമ്മൾ എന്തു പറയുന്നു? മെറ്റാബോളിസം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നായി എന്താണ് പറയുന്നത്? മെറ്റാബോളിസം എന്നാണ് പറയുന്നത്. മെറ്റാബോളിസത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം. അവയെ അനാബോളിസം എന്നും കാറ്റബോളിസം എന്നും രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. മെറ്റാബോളിസത്തെ എങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കുന്നത്? അനാബോളിസം അതുപോലെ തന്നെ കാറ്റബോളിസം. അനാബോളിസം എന്താണ്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നതാണ് അനാബോളിസം. തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് എന്താണ്? അത് കാറ്റബോളിസമാണ്. തന്മാത്രകളെ വിഘടിപ്പിക്കുന്നതാണ് കാറ്റബോളിസം. അപ്പോൾ മെറ്റാബോളിസം എന്ന് വെച്ചാൽ ഒരു ജീവിയിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും ഒന്നായി നമ്മൾ മെറ്റാബോളിസം എന്ന് പറയുന്നു. അവ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് അനാബോളിസവും മറ്റേത് കാറ്റബോളിസവും. അനാബോളിസം ആണെങ്കിൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു, കാറ്റബോളിസം ആണെങ്കിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു. അതിനൊരു ചെറിയ ഫിഗറൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. മെറ്റാബോളിസം, ഇവിടെ അനാബോളിസം, ഇവിടെ കാറ്റബോളിസം.
അനാബോളിസം ആണെങ്കിൽ തന്മാത്രകളെ എന്ത് ചെയ്യുന്നു? കൂട്ടിച്ചേർക്കുന്നു അല്ലേ? അനാബോളിസം തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെയാണെങ്കിൽ വിഘടിപ്പിക്കുകയാണ്. പ്രോട്ടീൻ വിഘടനമാണ് കാറ്റബോളിസത്തിൽ നടക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് അനാബോളിസത്തിനുള്ള എക്സാമ്പിളാണ്. കൂട്ടിച്ചേർക്കാണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. എന്തിൻ്റെ എക്സാമ്പിളാണ്? അനാബോളിസത്തിൻ്റെ എക്സാമ്പിളാണ്. ഇനി പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നു. നമ്മൾ പറഞ്ഞു 20ഓളം അമിനോ ആസിഡുകളൊക്കെ ചേർന്നിട്ടാണ് ഈ പറയുന്ന പ്രോട്ടീൻസ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നതിനെ നമുക്ക് എന്ത് പറയാം? കാറ്റബോളിസത്തിനുള്ള ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മെറ്റാബോളിസത്തിനെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈംസും ഹോർമോൺസും ബയോമോളിക്യൂൾസുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഈ പറയുന്ന ബയോമോളിക്യൂൾസ്, നമ്മൾ ബയോമോളിക്യൂൾസിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ എൻസൈംസും ഹോർമോൺസും കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നവയാണ് എൻസൈംസും ഹോർമോൺസും. എന്താണ് എൻസൈം? എന്താണ് ഹോർമോൺ? എൻസൈം എന്ന് വെച്ചാൽ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെ നമുക്ക് എന്തു പറയാം? എൻസൈംസ് എന്ന് പറയാം. അവയെല്ലാം പ്രോട്ടീനുകളാണ്. പ്രോട്ടീൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ എൻസൈം പഠിച്ചത് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ ഈ എൻസൈംസിനുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സലൈവറി അമിലേസ്, പെപ്സിൻ, ഇവയൊക്കെ. പെപ്സിൻ ആണെങ്കിൽ നമ്മുടെ അതുപോലെ തന്നെ സലൈവറി അമിലേസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ദഹനത്തിന് വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് ഈ സലൈവറി അമിലേസും അതുപോലെ തന്നെ ആമാശയരസത്തിലെ പെപ്സിനും. അവയ്ക്ക് എൻസൈംസുകൾക്ക് ഉദാഹരണമാണ്. എൻസൈംസ് എന്ന് വെച്ചാൽ എന്താണ്? രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെയാണ് നമ്മൾ എൻസൈമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈമുകളും ഹോർമോണുകളും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കണം. എൻസൈം എന്ന് വെച്ചാൽ അത് രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ്. എക്സാമ്പിൾ ആണെങ്കിൽ ഉമിനീരിലെ സലൈവറി അമിലേസുമുണ്ട്, ആമാശയ രസത്തിലെ പെപ്സിനുമുണ്ട്. ഇവ രണ്ടും ദഹനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്പീഡ് കൂട്ടാൻ സഹായിക്കുന്ന എൻസൈമുകളാണ്. ഇനി എന്താണ് ഹോർമോൺസ്? ഹോർമോൺസ് എന്ന് വെച്ചാൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇവ സ്പീഡ് വർദ്ധിപ്പിക്കുകയല്ല, ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു, അതുപോലെ തന്നെ ഏകോപിപ്പിക്കുന്നു. അങ്ങനെയുള്ള രാസതന്മാത്രകളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഹോർമോൺസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? അത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. എൻഡോക്രൈൻ ഗ്ലാൻസിനുള്ള എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഏതൊക്കെയാണ്? തൈറോയിഡ് ഗ്ലാൻഡ്, അതുപോലെ പാരാതൈറോയിഡ് ഗ്ലാൻഡ്, പാൻക്രിയാസ്, പിന്നെ എന്താ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതൊക്കെ നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്. അത് നമ്മൾ പ്രത്യേക ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. എൻഡോക്രൈൻ, എക്സോക്രൈൻ ഗ്ലാൻഡുകളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. ഗ്ലാൻഡുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററിൽ അത് പഠിക്കാം കേട്ടോ. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്, അതുപോലെ എക്സോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ് എന്തുൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. 2 ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളെയാണ് നമ്മൾ ഹോർമോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളാണ്. അപ്പോൾ എക്സാമ്പിൾസാണ് തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെ എക്സാമ്പിൾസാണ്. അതുപോലെ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഇവയെല്ലാം ഹോർമോണുകൾക്കുള്ള ഉദാഹരണമാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇതെല്ലാം ഹോർമോണുകൾക്കുള്ള ഉദാഹരണമാണ്. അടുത്തത് എന്താണ് ആന്തര പരിസ്ഥിതി, ബാഹ്യ പരിസ്ഥിതി എന്ന് നോക്കാം. ഒരു ബഹുകോശ ജീവിയുടെ ആന്തര പരിസ്ഥിതി എന്നത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായ ശരീരത്തിനുള്ളിലെ പരിസ്ഥിതി. ആന്തര പരിസ്ഥിതി എന്ന് വെച്ചാൽ ശരീരത്തിനുള്ളിലെ ആ ഒരു പരിസ്ഥിതിയാണ് നമ്മൾ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ആ ഒരു ആന്തര പരിസ്ഥിതി ഘടനയെ നമ്മളെപ്പോഴും സ്ഥിരമായി നിലനിർത്തുന്നതിന് എന്ത് പറയുന്നു? അതിനെ ഹോമോസ്റ്റാറ്റിസ് അഥവാ സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബഹുകോശ ജീവിയുടെ ശരീരത്തിനുള്ളിലെ പരിസ്ഥിതി, അതായത് ആന്തര പരിസ്ഥിതിയെ സ്ഥിരമായി, അതിൻ്റെ ഒരു ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് എന്ത് പറയുന്നു? സമസ്ഥിതി പാലനം അഥവാ ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു.
ഇനി ബഹുകോശ ജീവികളിൽ ശരീരത്തിനുള്ളിൽ കോശത്തെ ചുറ്റപ്പെട്ട് കാണുന്നതാണ് അതിൻ്റെ ആന്തര പരിസ്ഥിതി. ഇനി ബഹുകോശ ജീവികളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ പഠിക്കാനുണ്ട് കേട്ടോ. അതുപോലെ അവിടെ നിന്നാണ് കോശത്തിനുള്ളിലേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ വിനിമയം നടക്കുന്നത്. അപ്പോൾ സമസ്ഥിതി പാലിക്കുന്നതിൽ ഈ പദാർത്ഥ വിനിമയത്തിന് പ്രധാന പങ്കുണ്ട്. അപ്പോൾ പദാർത്ഥ വിനിമയമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനൊരു ഇൻട്രഡക്ഷൻ എന്ന രീതിയിലാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊന്നും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആന്തര പരിസ്ഥിതി എന്താണ്, ബാഹ്യ പരിസ്ഥിതി എന്താണ്? ആന്തര പരിസ്ഥിതി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ശരീരത്തിനുള്ളിലെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് നമ്മൾ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനെ സ്ഥിരമായി അതിൻ്റെ ഒരു ഘടന നിലനിർത്തുന്നതിന് നമ്മൾ സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. അതുപോലെ ഈ പദാർത്ഥങ്ങൾ നമുക്കറിയാം, ബഹുകോശ ജീവികളിൽ പുറത്തുള്ള പരിസ്ഥിതി, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശങ്ങൾക്കിടയിലെ ദ്രവങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് അല്ലേ. അതിന് പദാർത്ഥ വിനിമയത്തിലൂടെയാണ് അതിങ്ങനെ കോശത്തിനുള്ളിലെ ദ്രവങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ സമസ്ഥിതി പരിപാലനത്തിൽ പദാർത്ഥ വിനിമയത്തിന് പ്രധാന പങ്കുണ്ടെന്ന് അറിഞ്ഞു വയ്ക്കുക. ഇപ്പോൾ നമുക്ക് നോക്കാം. അമീബ ഒരു ഏകകോശ ജീവിയാണ്. അപ്പോൾ അമീബയുടെ ബാഹ്യ പരിസരം ഇവിടെ നോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്ഥലത്തിലൂടെ കോശദ്രവത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും അല്ലെങ്കിൽ പരിസരത്തു നിന്നും എന്ത് സംഭവിക്കുന്നു? പദാർത്ഥങ്ങൾ ഈ പറയുന്ന കോശസ്ഥലത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഈ കോശദ്രവത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജന്തുക്കളിലാണെങ്കിൽ ഇങ്ങനെ പല ബഹുകോശ ജീവികളാണ് അല്ലേ. അപ്പോൾ പല കോശങ്ങളുണ്ട്. അപ്പോൾ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഈ ദ്രവത്തിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് കോശസ്ഥലത്തിലൂടെ ഓരോ കോശത്തിനുള്ളിലെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ബഹുകോശ ജീവികളിൽ ഈ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്ഥലത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇനി സസ്യങ്ങളിൽ നമുക്ക് നോക്കാം. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊന്ന് അറിഞ്ഞു വെക്കണം. അതായത് കോശഭിത്തിയിലൂടെ പ്രവേശിക്കുന്നു. അതുപോലെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തോടെ പ്രവേശിക്കുന്നു. ഇനി പ്ലാസ്മോഡെസ്മേറ്റ എന്നൊരു കോശദ്രവ്യ പാതയുണ്ട് സസ്യങ്ങളിൽ. അത് എന്താണ്? തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന, ഈ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോശദ്രവ്യ പാത നമുക്കിവിടെ കാണാം അല്ലേ. അപ്പോൾ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയ്ക്കാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്നത്. അത് സസ്യങ്ങളിൽ മാത്രമാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ ഈ പറയുന്ന പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കാറുണ്ട്. അപ്പോൾ സസ്യങ്ങളിൽ മാത്രം 3 രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിലാണ് ഈ പറയുന്ന പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നെങ്ങനെയാണ്? കോശഭിത്തിയിലൂടെ അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. അല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് പറയാം പ്ലാസ്മോഡെസ്മേറ്റ. അതെന്താണ്? തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതകളാണ് പ്ലാസ്മോഡെസ്മേറ്റ എന്നറിയപ്പെടുന്നത്. പിന്നെ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയും ഈ പറയുന്ന പദാർത്ഥങ്ങൾ സംവഹിക്കുന്നുണ്ട്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണേ. ഇനി നമുക്ക് നോക്കാം, ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവം എങ്ങനെ അറിയപ്പെടുന്നു? അത് എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ്. അത് ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നു. നമ്മൾ ആദ്യത്തെ ഫിഗർ അമീബ കഴിഞ്ഞിട്ടൊരു ഫിഗർ കണ്ടില്ലേ, അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആന്തര പരിസ്ഥിതിയായിട്ട് വർത്തിക്കുന്നത് കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവമാണ്. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിട്ടുണ്ട്. സസ്യങ്ങളിൽ അങ്ങനെയാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. നമ്മൾ മുമ്പേ പറഞ്ഞു, ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? അതിന് സമസ്ഥിതി പാലനം, ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. അതുപോലെ ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം പറഞ്ഞാൽ അത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവും അല്ലേ. അപ്പോൾ ഹോമോസ്റ്റാറ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിന് സമസ്ഥിതി പാലനം അഥവാ ഹോമോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ, ഒന്ന് അറിഞ്ഞു വെക്കണേ. അടുത്തത്,
ബഹുകോശ ജീവികളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ആന്തര പരിസ്ഥിതിയിൽ എത്തുകയും അവിടെ നിന്നും കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ ഒരു അമീബയ്ക്ക് ശേഷമുള്ളൊരു ഫിഗർ കണ്ടപ്പോൾ അവിടെ പല കോശങ്ങളുണ്ടായിരുന്നു. ആ കോശങ്ങൾക്കിടയിൽ എന്തുണ്ട്, ഒരു ആന്തര പരിസ്ഥിതി ഉണ്ട്. അതിൽ ഇടയിൽ കാണപ്പെടുന്ന ദ്രവത്തിന് നമുക്ക് ആന്തര പരിസ്ഥിതി എന്ന് പറയാം. അപ്പോൾ പദാർത്ഥങ്ങൾ ആന്തര പരിസ്ഥിതി ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും ഈ ആന്തര പരിസ്ഥിതിയിൽ എത്തുകയും അവിടെ നിന്ന് കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സസ്യങ്ങളിലും ജന്തുക്കളിലും വ്യത്യസ്തമായ രീതിയിലാണ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു കൺക്ലൂഷനാണിത്. അതുപോലെ സസ്യങ്ങളിൽ കോശഭിത്തി, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്ഥലം എന്നിവ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. അത് നമ്മളവിടെ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ജന്തുക്കളിലോ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് നിന്നും പ്ലാസ്മ സ്ഥലത്തിലൂടെയാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. ജന്തുക്കളിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ സസ്യങ്ങളിൽ കോശഭിത്തി, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലം, പ്ലാസ്മോഡെസ്മേറ്റ, പ്ലാസ്മ സ്ഥലം എന്നിവ പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ ജന്തുക്കളാണെങ്കിൽ അതിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് നിന്നും പ്ലാസ്മ സ്ഥലത്തിലൂടെയാണ് പദാർത്ഥ വിനിമയം നടക്കുന്നത്. അതായത് നമ്മൾ ജന്തുക്കളിൽ അല്ലെങ്കിൽ ബഹുകോശ ജീവികളിലെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ ആന്തര പരിസ്ഥിതി എന്ന് വെച്ചാൽ കോശങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്ഥലമാണ്. അതുപോലെ ഓരോ കോശങ്ങളിലെ കോശസ്ഥലം അഥവാ പ്ലാസ്മ സ്ഥലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കോശങ്ങൾക്കിടയിലുള്ള ആ ഒരു ദ്രവത്തിൽ നിന്ന് കോശസ്ഥലം അഥവാ പ്ലാസ്മ സ്ഥലം വഴി ഈ പറയുന്ന ആന്തര പരിസ്ഥിതിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പറയാം. ആന്തര പരിസ്ഥിതി എന്ന് വെച്ചാൽ ഇവിടെ കോശങ്ങൾക്കിടയിലുള്ള ആ ഒരു ദ്രവം കാണപ്പെടുന്ന പ്രദേശത്തിനാണ് ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നത്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് ആന്തര പരിസ്ഥിതിയിലേക്ക് പ്രവേശിച്ചിട്ട് അവിടെ നിന്നാണ് കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി കോശസ്ഥലം, പ്ലാസ്മ സ്ഥലം എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ കോശസ്ഥലം എന്തുകൊണ്ടാണ് പ്ലാസ്മ സ്ഥലം എന്നറിയപ്പെടുന്നത്? കോശദ്രവ്യത്തെ ആവരണം ചെയ്യപ്പെടുന്ന കാണപ്പെടുന്ന സ്ഥലമാണ് പ്ലാസ്മ സ്ഥലം. അവിടെ പ്ലാസ്മ എന്നത് കോശദ്രവ്യത്തെ സൂചിപ്പിക്കുകയാണ് അല്ലേ. പ്ലാസ്മ എന്നത് കോശദ്രവ്യത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ പ്ലാസ്മ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കോശദ്രവ്യത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് പ്ലാസ്മ സ്ഥലം. പ്ലാസ്മ എന്നത് കോശദ്രവ്യത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കോശസ്ഥലത്തെ പ്ലാസ്മ സ്ഥലം എന്ന് പറയുന്നത്. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി എന്തുകൊണ്ടാണ് പ്ലാസ്മ സ്ഥലത്തെ വരണതാര്യ സ്ഥലം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്? അത് പ്ലാസ്മ സ്ഥലത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജലം, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ ഓക്സിജൻ, ഇവയ്ക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലാസ്മ സ്ഥലത്തിലൂടെ അനായാസം കടന്നു പോകാനാവും അല്ലേ. എന്നാൽ മറ്റു ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്ഥലത്തിൻ്റെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഈ പ്ലാസ്മ സ്ഥലത്തെ വരണതാര്യ സ്ഥലം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അറിഞ്ഞു വയ്ക്കണം. പ്ലാസ്മ സ്ഥലത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാവൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. എന്നാൽ മറ്റു ചില തന്മാത്രകൾക്കോ അയോണുകൾക്കോ പ്ലാസ്മ സ്ഥലത്തിലെ പ്രത്യേകം ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്ലാസ്മ സ്ഥലത്തെ വരണതാര്യ സ്ഥലം എന്ന് പറയുന്നത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാം എന്താണ് ഓസ്മോസിസ്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പദാർത്ഥ സംവഹനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല പ്രക്രിയകളെ ഇനി പഠിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓസ്മോസിസ്. എന്താണ്? ഗാഢത കൂടിയ പ്രദേശത്തു നിന്നും കുറഞ്ഞ പ്രദേശത്തേക്ക്, ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ് ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഓസ്മോസിസിലൂടെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഏത് വഴിയാണ്? ഓസ്മോസിസ് വഴിയാണ്. ഇനി നമുക്ക് പറയാം, ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രക്രിയയ്ക്ക് നമുക്ക് ഓസ്മോസിസ് എന്ന് പറയാം. ഇതിൻ്റെ പ്രത്യേകത ഗാഢതാക്രമത്തിനനുസരിച്ച് നടക്കുന്നു അല്ലേ. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയിൽ ഊർജ്ജം വിനിയോഗിക്കുന്നില്ല. ഇവിടെ ഊർജ്ജം വിനിയോഗിക്കുന്നില്ല. കോശത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള ജലത്തിൻ്റെ വ്യാപനം ഓസ്മോസിസിലൂടെയാണ്. അത് എക്സോസ്മോസിസുമുണ്ട്, എൻഡോസ്മോസിസുമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്മോസിസിൻ്റെ പ്രത്യേകതയാണെങ്കിൽ
ഗാഢത കൂടിയ ഭാഗത്തിൽ നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക്. അപ്പോൾ കൂടുതലും ജല തന്മാത്രകൾ മാത്രമാണ് അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയ്ക്ക് ഓസ്മോസിസ് എന്ന് പറയാം. ഓസ്മോസിസ് ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാഢതാക്രമത്തിനനുസരിച്ച് നടക്കുന്നതുകൊണ്ട് ഇവിടെ ഊർജം വിനിയോഗിക്കുന്നില്ല. അതും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ ഒരു ഓക്സിജൻ തന്മാത്രയുടെ ഒഴുക്ക് കാണിച്ചിട്ടുണ്ട്. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള തന്മാത്രകളുടെ ഒഴുക്കിന് എന്ത് പറയാം? ഡിഫ്യൂഷൻ എന്ന് പറയാം. ഇവിടെയും ഊർജ്ജം ആവശ്യമില്ല. അതായത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ തന്മാത്രകൾക്ക് പ്ലാസ്മ സ്തരത്തിലൂടെ അനായാസം കടന്നു പോകാനാകും. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപനം ചെയ്യപ്പെടുന്ന പ്രക്രിയ ഡിഫ്യൂഷൻ. അപ്പോൾ ജലം ആണെങ്കിൽ നമ്മളതിന് ഓസ്മോസിസ് എന്ന് പറയും. ഇവിടെ എന്താണ് അത്? ഒരു അർദ്ധതാര്യ സ്ഥലത്തിലൂടെയാണ് ഈ പറയുന്ന ഓസ്മോസിസിൽ ജലതന്മാത്രകൾ മൂവ് ചെയ്യുന്നത്. ഇത് ഡിഫ്യൂഷനാണ്. ഇവിടെ എന്താണ്? ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപനം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ്. ഈ ഡിഫ്യൂഷൻ്റെ പ്രത്യേകത അത് അർദ്ധതാര്യ സ്ഥലത്തിലൂടെയും അല്ലാതെയും നടക്കും. എന്നാൽ ഒരു ജീവിയുടെ ശരീരത്തിൽ അർദ്ധതാര്യ സ്ഥലത്തിലൂടെയുള്ള ഡിഫ്യൂഷൻ്റെ സാധ്യത മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ തന്മാത്രകൾക്ക് പ്ലാസ്മ സ്ഥലത്തിലൂടെ കടന്നു പോകുന്നതിനുള്ള ഏത് തന്മാത്രകളുടെ ഒഴുക്ക് ഏത് രീതിയിലുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ഡിഫ്യൂഷനാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ആ പ്രക്രിയ ഏതാണ്? ഡിഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓസ്മോസിസും നമ്മുടെ ഡിഫ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞു വയ്ക്കുക. ഓസ്മോസിസ് ആണെങ്കിൽ ജലതന്മാത്രകളാണ്. അവിടെയും ഒരു അർദ്ധതാര്യ സ്ഥലത്തിൻ്റെ ആവശ്യമുണ്ട്. അവിടെയും ഊർജം ആവശ്യമില്ല. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ഡിഫ്യൂഷൻ ആണെങ്കിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ തന്മാത്രകളാണ്. പ്ലാസ്മ സ്ഥലം, അതായത് അർദ്ധതാര്യ സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെയും ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ്. ഇവിടെയും ഊർജത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഡിഫ്യൂഷൻ്റെ പ്രത്യേകത അത് അർദ്ധതാര്യ സ്ഥലത്തിലൂടെയും അല്ലാതെയും നടക്കും. എന്നാൽ ഒരു ജീവിയുടെ ശരീരത്തിൽ അർദ്ധതാര്യ സ്ഥലത്തിലൂടെ ഉള്ള ഡിഫ്യൂഷൻ്റെ സാധ്യത മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻറ്റ്സ് പോലും വിട്ടുപോകുന്നില്ല. എല്ലാം തന്നെ നമുക്കറിയാം. ഒരു PSC എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏറ്റവും ഡീപ്പായിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന ടെക്സ്റ്റ് ബുക്കാണ്. കാരണം ഒരു റാങ്ക് ഫയൽ പഠിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റേഷനുണ്ട്. എന്നാൽ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ ഒന്നും വിടാതെ നമുക്ക് പഠിക്കാം. അതിനൊരു ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അപ്പോൾ നമ്മളത് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ അതിൽ എല്ലാ രീതിയിൽ ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും കവർ ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ പറയുന്ന ഒരു കൺക്ലൂഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺക്ലൂഷനൂടെയാണ് നമ്മൾ ക്ലാസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു മാർക്ക് പോലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുപോകാൻ പാടില്ല. അതുകൊണ്ടാണ് അതോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവിടെയാണെങ്കിൽ എങ്ങനെയാണ്? ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് ഈ ഡിഫ്യൂഷൻ നടക്കുന്നത്. അത് പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് അല്ലേ. അപ്പോൾ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്നു, ഊർജം ആവശ്യമില്ല. അതാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സാധാരണ ഡിഫ്യൂഷൻ ആണെങ്കിൽ അവിടെ എന്താണ്? പ്രോട്ടീനുകളെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അത് ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ്. ഇവിടെയും ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ്. എന്നാൽ ഇവിടെ ചില പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ ഗ്ലൂക്കോസ് ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക്, അയോണുകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്? തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്ക് പ്ലാസ്മ സ്തരത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്തോടെ എന്താണ് നടക്കുന്നു, അല്ലെങ്കിൽ പ്രോട്ടീനുകളുടെ സഹായത്തോടെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഡിഫ്യൂഷനുകളുടെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ പ്രോട്ടീനുകളുടെ സഹായമില്ല അല്ലേ. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ അവിടെ പ്ലാസ്മ സ്തരത്തിലെ വാഹക പ്രോട്ടീനുകളുടെയും ചാനൽ പ്രോട്ടീനുകളുടെയും സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അതുപോലെ ഗാഢത ക്രമത്തിനനുസരിച്ചാണ്
ഭാഗത്തേക്കാണ് നടക്കുന്നത്, ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നതിന് എന്താണ്, ഊർജ്ജം ആവശ്യമില്ല. അപ്പോൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഊർജ്ജം ആവശ്യമില്ലാത്തത്. അപ്പോൾ എന്തിൻ്റെയൊക്കെ ആഗിരണമാണ് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻസിലൂടെ നടക്കുന്നത്? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഇവയുടെയൊക്കെ ആഗിരണം നടക്കുന്നത് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗം, നമ്മളിപ്പോൾ ഓസ്മോസിസ് ആണെങ്കിലും ഡിഫ്യൂഷൻ ആണെങ്കിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിലും ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് ഈ പറയുന്ന തന്മാത്രകളുടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പ്ലാസ്മ സ്ഥലത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണെങ്കിൽ വാഹക പ്രോട്ടീനുകൾ, അതുപോലെ ചാനൽ പ്രോട്ടീനുകൾ ഇവയുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് തന്മാത്രകളുടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. എന്നാൽ ഇവിടെയും ഊർജ്ജം ആവശ്യമില്ല. നമ്മുടെ ഡിഫ്യൂഷനിലും ഓസ്മോസിസിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും ഊർജ്ജം ആവശ്യമില്ല. കാരണം ഗാഢതാക്രമത്തിനനുസരിച്ചിട്ടാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇനി ഗ്ലൂക്കോസ്, അമിനോ ആസിഡ് എന്നിവയുടെ ആഗിരണം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ് നടക്കുന്നത്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണെന്ന് നോക്കാം. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയ. എന്തുകൊണ്ടാണ് ഇവിടെ ഊർജം ആവശ്യമുള്ളത് എന്ന് പറയുന്നത്? ലവണങ്ങളുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് ഗാഢത കൂടിയ ഭാഗത്തേക്കാണ് ഇവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഊർജം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഊർജ്ജത്തിന് ആവശ്യത്തിന് ATP ഉണ്ട് അല്ലേ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഇവിടെ ATPയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയ്ക്കാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പല രീതിയിലുള്ള തന്മാത്രകളുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ ഊർജ്ജം ആവശ്യമുള്ള ഒരേ ഒരു എണ്ണേ പറഞ്ഞുള്ളൂ, അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്തോടു കൂടിയാണ്. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും വാഹക പ്രോട്ടീനുകളുണ്ട്, എന്നാൽ അവിടെ ഊർജ്ജം ആവശ്യമില്ല. അതൊന്ന് ഇതെല്ലാം കൺക്ലൂഡ് ചെയ്ത് നിങ്ങളൊന്ന് ഡിഫറൻസ് അറിഞ്ഞു വെക്കണേ. അപ്പോൾ നമുക്കറിയാം, തന്മാത്രകൾ അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് പ്ലാസ്മ സ്ഥലത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്താൽ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ പ്രക്രിയയ്ക്ക് ഊർജ്ജം ആവശ്യമാണല്ലേ, ഇതിന് ഊർജ്ജം ആവശ്യമാണെന്നതാണ് മറ്റു പദാർത്ഥ വിനിമയ പ്രക്രിയയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ മറ്റ് പദാർത്ഥ വിനിമയ പ്രക്രിയകൾ ഏതൊക്കെയായിരുന്നു? ഓസ്മോസിസ് ഉണ്ടായിരുന്നു, ഡിഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്നതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അവിടെ മാത്രമാണ് ഊർജ്ജം ആവശ്യമായിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പലതവണ പറയുന്നത്. ഇനി ഈ ഒരു ടേബിൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള ടേബിളാണ്. അപ്പോൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പദാർത്ഥ വിനിമയം നടക്കുന്ന പ്രക്രിയ ഏതൊക്കെയാണ്? അത് ഓസ്മോസിസ് ഉണ്ട്, ഡിഫ്യൂഷനുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുണ്ട് അല്ലേ. ഇനി ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്കാണെങ്കിലോ അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് മാത്രമാണുള്ളത്. ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണുള്ളത്. ഇനി ജലത്തിന് മാത്രം ബാധകമായത് ഓസ്മോസിസ്. ഊർജം വേണ്ടത് ഏതാണ്? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി ഊർജം വേണ്ടാത്തത് ഏതൊക്കെയാണ്? നമ്മുടെ ഓസ്മോസിസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓസ്മോസിസ് ഉണ്ട്, ഡിഫ്യൂഷനുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുണ്ട്. ഇവയൊന്നും ഊർജ്ജം വേണ്ടാത്തതാണ്. ഇനി വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് ഓസ്മോസിസും അതുപോലെ തന്നെ ഡിഫ്യൂഷനും. വാഹക പ്രോട്ടീൻസ് വേണ്ടാത്തത്. ഇനി വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ളത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുണ്ട്, അതുപോലെ തന്നെ ഏതാണ്? നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടുണ്ട്. അതാണ് നമുക്ക് വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ഗാഢത കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഏതൊക്കെയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണുള്ളത്. ഇനി ജലത്തിന് മാത്രം ബാധകമായത് ഓസ്മോസിസ് ആണ്. ഊർജ്ജം വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. എന്നാൽ ഊർജ്ജം വേണ്ടാത്തത് ഏതൊക്കെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഇനി വാഹക പ്രോട്ടീൻ വേണ്ടാത്തത് ഏതാണ്? ഓസ്മോസിസ്, അതുപോലെ ഡിഫ്യൂഷൻ. വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി നമുക്ക് നോക്കാം. ഇത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലൊരു എക്സ്പ്ലനേഷനായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. തന്മാത്രകളുടെ ഗാഢതയിലെ വ്യത്യാസം. ഓസ്മോസിസ് ആണെങ്കിൽ ഗാഢതാക്രമം അനുസരിച്ച്,
കൂടുതൽ നിന്ന് കുറവിലേക്ക് അല്ലേ. ഡിഫ്യൂഷൻ ആണെങ്കിൽ ഗാഢതാക്രമത്തിനനുസരിച്ച്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണെങ്കിൽ ഗാഢതാക്രമത്തിനനുസരിച്ച് കൂടുതൽ നിന്ന് കുറവിലേക്കാണ് അല്ലേ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണെങ്കിലോ ഗാഢതാക്രമത്തിനെതിരായിട്ടാണ്, കുറവ് ഗാഢതയുള്ള ഭാഗത്തു നിന്ന് കൂടുതൽ ഗാഢതയുള്ള ഭാഗത്തേക്ക്. പ്ലാസ്മ സ്തരത്തിലെ പ്രോട്ടീനുകളുടെ പങ്ക് ഓസ്മോസിസിൽ ആവശ്യമില്ല, ഡിഫ്യൂഷനിൽ ആവശ്യമില്ല. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ആവശ്യമാണ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ആവശ്യമാണ്. ഊർജ്ജത്തിൻ്റെ ആവശ്യം ഓസ്മോസിസിൽ ആവശ്യമില്ല, ഡിഫ്യൂഷനിൽ ആവശ്യമില്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ആവശ്യമില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ് ഊർജ്ജത്തിൻ്റെ ആവശ്യമുള്ളത്. കാരണം അവിടെ പദാർത്ഥ വിനിമയം ഗാഢതാക്രമത്തിനെതിരായിട്ടാണ് നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ നമുക്കറിയാലോ, ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണമാണ് അല്ലേ. അത് നമ്മൾ അറിഞ്ഞു വെക്കണം. പ്രകാശ സംശ്ലേഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് PSC എക്സാംസിനാണെങ്കിൽ അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവ നിങ്ങൾക്കറിയാമല്ലോ, ആൽഗകളെക്കുറിച്ച് അറിയാം. അവയ്ക്കും പ്രോക്യാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നമുക്കറിയാം മെറ്റാബോളിസത്തിന് ആവശ്യമായ പോഷകഘടകങ്ങൾ ജന്തുക്കൾക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഒന്നെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നാണ്. എന്നാൽ സസ്യങ്ങൾ ജലവും ലവണങ്ങളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുകയും പ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ ഘടകങ്ങൾ ഉപയോഗിച്ച് ഹരിതകണത്തിൽ ക്ലോറോഫില്ലിൽ വെച്ച് പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയാണ് അല്ലേ. അങ്ങനെയാണ് മെറ്റാബോളിസത്തിന് ആവശ്യമായുള്ള പോഷകഘടകങ്ങൾ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ഫോട്ടോസിന്തസിസ് വഴിയാണ് സസ്യങ്ങൾക്ക് മെറ്റാബോളിസത്തിന് ആവശ്യമായുള്ള പോഷകഘടകങ്ങൾ ലഭിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്ക് ഫോട്ടോസിന്തസിസ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടതാണ് അല്ലേ ക്ലോറോപ്ലാസ്റ്റ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമുക്ക് എന്താണ് ഈ ക്ലോറോഫിൽ എന്താണ്? ക്ലോറോഫിൽ എന്ന് വെച്ചാൽ സസ്യങ്ങളുടെ ഇലകളിലും അതുപോലെ ഇളം തണ്ടുകളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു വർണ്ണകമാണ് അല്ലേ, ഒരു വർണ്ണകമാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന ക്ലോറോഫിൽ എവിടെയാണുള്ളത്? അത് ഈ ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന കോശത്തിൻ്റെ ഒരു ഭാഗത്താണ് ക്ലോറോഫില്ലുള്ളത്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലോറോഫില്ലിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്നറിയാം. അത് ക്ലോറോപ്ലാസ്റ്റിലാണ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിലൊരു ബാഹ്യസ്തരം ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ആന്തരസ്തരം കാണിച്ചിട്ടുണ്ട് അല്ലേ. പുറമേ ഉള്ളത് ബാഹ്യസ്ഥലം, ഉള്ളിലായിട്ടുള്ളത് ആന്തരസ്ഥലം. ഇനി സ്തര ആവരണത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു ദ്രാവക ഭാഗത്തെയാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ഇവിടെയാണ് സ്ട്രോമ, ഈ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ഈ സ്ട്രോമയിലാണ് കുറേ സഞ്ചികൾ, ഇവിടെ സ്തരസഞ്ചികൾ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവയെ നമുക്ക് തൈലക്കോയിഡുകൾ എന്ന് പറയാം. ഇവയാണ് തൈലക്കോയിഡുകൾ. തൈലക്കോയിഡുകൾ എന്ന സ്തരസഞ്ചി, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടന ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഒരു ബാഹ്യസ്ഥലമുണ്ട്, ഒരു ആന്തരസ്ഥലമുണ്ട്. ഇതിനുള്ളിൽ ദ്രവഭാഗമാണ് അല്ലെങ്കിൽ ദ്രാവക ഭാഗമാണ് സ്ട്രോമ എന്ന് പറയാം. ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ. ദ്രാവക ഭാഗം സ്ട്രോമ എന്ന് പറയപ്പെടുന്നു. ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്തരസഞ്ചിക്കാണ് തൈലക്കോയിഡ് എന്ന് പറയുന്നത് അല്ലേ. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഇവ ഒന്നിന് മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഈ ഒന്നിന് മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്ന തൈലക്കോയിഡാണ്. ഇതിൻ്റെ ഒരു അടുക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. അത് ക്ലോറോഫിൽ കാണപ്പെടുന്ന ഈ ഗ്രാനയിലാണ് അല്ലേ. ക്ലോറോഫിൽ കാണപ്പെടുന്ന ഗ്രാനയിലാണ്. അപ്പോൾ സ്ട്രോമ ദ്രാവക ഭാഗമാണ്, ഗ്രാനയിലാണ് ക്ലോറോഫിൽ കാണപ്പെടുന്നത്. ഈ തൈലക്കോയിഡുകൾ എന്ന് പറയുന്നതിൻ്റെ ഒരു അടുക്കിനാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യസ്ഥലം, ആന്തരസ്ഥലം, സ്ട്രോമ എന്ന ദ്രാവക ഭാഗം, കുറേ സ്തരസഞ്ചികളുടെ അടുക്കുകൾ, ഓരോന്നിനെയും നമുക്ക് തൈലക്കോയിഡ് എന്ന് പറയാം. ഒരടുക്കിനെ നമ്മൾ ഈ പറയുന്ന ഗ്രാന എന്ന് പറയുന്നു. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഈ ഗ്രാനയിലാണ് ക്ലോറോഫിൽ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന തൈലക്കോയിഡിലാണ് ക്ലോറോഫിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാം. അത്രയൊന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സസ്യങ്ങളുടെ ഇലകളിലും ഇളം തണ്ടുകളിലുമായി കാണപ്പെടുന്ന വർണ്ണകമാണ് ക്ലോറോഫിൽ.
ഓക്കെ, അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി ഇലകളിലെ മീസോഫിൽ കോശങ്ങളിൽ കാണപ്പെടുന്ന ഈ വർണ്ണകം ക്ലോറോപ്ലാസ്റ്റ് എന്ന കോശാംഗത്തിലാണ് ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റിന് ഇരട്ട പാളികളുള്ള സ്തര ആവരണമുണ്ട്. പുറം പാളി ബാഹ്യസ്തരവും ഉള്ളിലെ പാളി ആന്തരസ്തരവും. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇനി സ്തര ആവരണത്തിനുള്ളിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് സ്ട്രോമ. സ്ട്രോമയ്ക്കുള്ളിലെ സ്തരസഞ്ചികളാണ് തൈലക്കോയിഡുകൾ. ഇവ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിരിക്കുന്നു. ഇവയുടെ അടുക്കുകൾക്കാണ് നമ്മൾ ഗ്രാന എന്ന് പറയുന്നത്. ഗ്രാനകളെ സ്ട്രോമ ലാമെല്ല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് പറയാൻ വിട്ടുപോയായിരുന്നു കേട്ടോ. ഈ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ സ്ട്രോമ ലാമെല്ല, ഒരു പാലം പോലെ അല്ലേ. ഈ ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് സ്ട്രോമ ലാമെല്ല കൊണ്ടാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി തൈലക്കോടുകൾക്കുള്ളിലാണ് ക്ലോറോഫിൽ സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അടുത്ത നമുക്ക് നോക്കാം, പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടങ്ങൾ ഇവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട്, പ്രകാശഘട്ടം അതുപോലെ തന്നെ ഇരുണ്ട ഘട്ടം. പ്രകാശഘട്ടം ഇവിടെ വെച്ച് നടക്കുന്നു, ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. ഗ്രാന എന്താണ്? ഗ്രാന ആ ഒരു അടുക്കുകളാണ് അല്ലേ, തൈലക്കോയിഡുകളുടെ അടുക്കുകളാണ് ഗ്രാന എന്ന് പറയുന്നത്. അതിനുള്ളിലാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നു. അപ്പോൾ പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രകാശഘട്ടം എന്ന് പറയുന്നത്. ഇനി പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും നമ്മൾ ഈ ഒരു ഒറ്റ ടേബിൾ പഠിച്ചാൽ മതി. ഒരു PSC എക്സാം എഴുതുന്ന ഒരാൾക്ക് ഇത് പഠിച്ചാൽ മതി. കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. പ്രകാശഘട്ടം എപ്പോഴും പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു, ഗ്രാനയിൽ വെച്ചിട്ട്. ഇരുണ്ട ഘട്ടത്തിന് പ്രകാശം ഉപയോഗിക്കുന്നില്ല, സ്ട്രോമയിൽ വെച്ച്. സ്ട്രോമ എന്താണ്? അതിൻ്റെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ. ഇനി പ്രകാശഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമാകുന്നു. ഓക്സിജൻ പുറത്തേക്ക് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഇനി ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? അത് സ്ട്രോമയിലെത്തുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. അതുപോലെ ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. ഇനി ഇരുണ്ട ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും, അതായത് ATPയും പ്രകാശഘട്ടത്തിലുണ്ടായെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് പ്രകാശഘട്ടത്തിൽ നിന്ന് ലഭിക്കുന്നു. ഈ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് അവിടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുകയാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞു വയ്ക്കാം, നമ്മുടെ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളാണ്. പ്രകാശഘട്ടവുമുണ്ട്, ഇരുണ്ട ഘട്ടവുമുണ്ട്. പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ചിട്ടും ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചിട്ടുമാണ് നടക്കുന്നത്. പ്രകാശഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഇരുണ്ട ഘട്ടത്തിൽ സാന്നിധ്യമില്ല. ഇനി പ്രകാശഘട്ടത്തിലാണ് ജലം ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിച്ച് അതിൽ ഓക്സിജൻ പുറന്തള്ളുന്നു. ഈ ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. അതുപോലെ തന്നെ പ്രകാശഘട്ടത്തിലാണ് ഊർജ്ജ തന്മാത്രയായി ATP ഉണ്ടാകുന്നത്. ഈ ATPയും ഹൈഡ്രജനും നമ്മുടെ സ്ട്രോമയിലെത്തുന്നത് നമ്മുടെ പ്രകാശഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഇരുണ്ട ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇതിലെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെൽവിൻ കാൽവിൻ, അതായത് ഈ ഒരു കാൽവിൻ ചക്രം എന്നൊക്കെ നമ്മളിതിനെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മെൽവിൻ കാൽവിൻ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് നോബൽ പുരസ്കാരം ലഭിച്ച സയൻറ്റിസ്റ്റാണ് മെൽവിൻ കാൽവിൻ. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടങ്ങൾ, പ്രവർത്തനം നടക്കുന്ന സ്ഥാനം അതെവിടെയാണ്? പ്രവർത്തനം നടക്കുന്നത് പ്രകാശഘട്ടമാണെങ്കിൽ ഗ്രാനയിലാണ്, ഇരുണ്ട ഘട്ടമാണെങ്കിൽ സ്ട്രോമയിലാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രവർത്തനങ്ങൾ പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച ഹൈഡ്രജനും ഓക്സിജനും ആവുന്നു. അതുപോലെ ATP തന്മാത്രയുണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിലാണെങ്കിൽ ഈ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇനി പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശഘട്ടത്തിലെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ATP. ജലം അവിടെ വിഘടിച്ച ഹൈഡ്രജനും ഓക്സിജനും അതുപോലെ ഊർജ്ജ തന്മാത്രയായി ATP. ഇനി ഇരുണ്ട ഘട്ടമാണെങ്കിൽ അവിടെ ഗ്ലൂക്കോസ് ആണ് അല്ലേ. ഇരുണ്ട ഘട്ടമാണെങ്കിൽ ഗ്ലൂക്കോസ് ആണ് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. ഇനി പ്രകാശ സംശ്ലേഷണത്തിലെ ഘട്ടങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണിത്. സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസ് ക്ലോറോഫിലിൽ വെച്ചിട്ടാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൂടെ ചേർന്ന് കാർബോഹൈഡ്രേറ്റും അതായത് ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകുന്നു അല്ലേ. കാർബോഹൈഡ്രേറ്റും ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ 6CO2 + 6H2O, C6H12O6ഉം 6O2 ആണ് ഉണ്ടാകുന്നത്. അതൊന്ന് ഇക്വേഷനായിട്ടൊന്നും നമ്മളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല, PSC എക്സാമിന്. ഇവിടെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ കമ്പൈൻ ചെയ്തിട്ട് സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസ് ക്ലോറോഫിലിൽ വെച്ചിട്ട് അവിടെ ഗ്ലൂക്കോസും അതുപോലെ ഓക്സിജനും ഉണ്ടാകുന്നു അല്ലേ. ഓക്സിജൻ പുറന്തള്ളുന്നു, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്തത്
ഗ്ലൂക്കോസിൽ നിന്ന് വിവിധ പോഷകങ്ങൾ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിച്ചു പോകും. ഗ്ലൂക്കോസ് ജലത്തിൽ ലയിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ ജലത്തിൽ ലയിക്കാത്ത അന്നജം അഥവാ സ്റ്റാർച്ചായിട്ടാണ് സസ്യങ്ങൾ സംഭരിക്കുന്നത്. ഈ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായുള്ള ഊർജ്ജം ലഭിക്കുന്നത്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായിട്ടാണ് നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ സുക്രോസ്, ഇതെല്ലാം ഈ പറയുന്ന അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് ഉണ്ടായാലും അത് ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണ് സസ്യം അതിനെ സംഭരിക്കുന്നത്? അന്നജമായിട്ടാണ് സംഭരിക്കുന്നത്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി നമ്മൾ മുമ്പ് ATP പറഞ്ഞല്ലേ. ATP എന്ന് വെച്ചാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്. അത് ഊർജ്ജ കറൻസി എന്നറിയപ്പെടുന്നു. നമ്മുടെ കോശങ്ങളുടെ ഊർജ്ജ കറൻസി എന്നറിയപ്പെടുന്ന ATP ആണ്. ഇത് നമ്മൾ കോശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററുകളിലൊക്കെ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വിവിധ ജൈവ രാസപ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം സംഭരിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആരാണ്? അത് ATP എന്ന് പറയുന്ന തന്മാത്രയാണ്. ATPയിൽ എന്തൊക്കെയാണുള്ളത്? ഒരു അഡിനിൻ, ഒരു പഞ്ചസാര, 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ എന്നിവയാണ് ATPയിലുള്ളത്. അത് അറിഞ്ഞു വയ്ക്കുക. ഇനി ജലവിശ്ലേഷണത്തിലൂടെ ATPയിലെ ഫോസ്ഫേറ്റ് ബോണ്ടുകളിൽ ഒന്ന് വിഘടിക്കുമ്പോൾ പുറത്തുവിടുന്ന ഊർജ്ജത്തിൻ്റെ അളവ് സാധാരണ അവസ്ഥയിൽ 7.3 കിലോ കലോറിയാണ്. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വയ്ക്കുക. അത് കോശപ്രവർത്തനങ്ങൾക്കാണ് അല്ലെങ്കിൽ കോശപ്രക്രിയകൾക്കാണ് ഈ ഊർജ്ജം വിനിയോഗിക്കുന്നത്. ATP എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്. കോശത്തിൻ്റെ ഊർജ്ജ കറൻസി എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ATP ആണ്. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ആണ്. ATPയിൽ ഒരു അഡിനിൻ, ഒരു പഞ്ചസാര, 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ എന്നിവയാണുള്ളത്. അതും ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന അന്നജത്തിൻ്റെ പ്രധാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? മരച്ചീനി, ഉരുളക്കിഴങ്ങ്, അരി, ഗോതമ്പ്, ചെറുധാന്യങ്ങൾ, ഇതൊക്കെ. അതായത് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടായ ഗ്ലൂക്കോസ് അന്നജമായിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്രോതസ്സുകളിലാണ് ചോദിച്ചത്? മരച്ചീനി, ഉരുളക്കിഴങ്ങ്, നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ ധാന്യങ്ങൾ, അവയിലൊക്കെയാണ് അല്ലേ. ഇനി ഫ്രക്ടോസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പഴവർഗ്ഗങ്ങളിലാണ്. സുക്രോസ് ആയിട്ടാണെങ്കിൽ കരിമ്പ്, കൊഴുപ്പായിട്ടാണെങ്കിൽ എള്ള്, തേങ്ങ, സൂര്യകാന്തി വിത്ത്, അതുപോലെ പ്രോട്ടീനായിട്ടാണെങ്കിൽ പയറുവർഗ്ഗങ്ങളായ ചെറുപയർ, വൻപയർ, ഉഴുന്ന്, കടലപ്പരിപ്പ്, ഇവയിലൊക്കെ ഈ ഗ്ലൂക്കോസ് പ്രോട്ടീനായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യമാണെന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. അന്നജമായിട്ടാണെങ്കിൽ മരച്ചീനി, ഉരുളക്കിഴങ്ങ്, അരി, ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ, ചെറുധാന്യങ്ങൾ. ഫ്രക്ടോസ് ആയിട്ടാണ് ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് പഴവർഗ്ഗങ്ങളിൽ. സുക്രോസ് ആയിട്ടാണ് കരിമ്പിൽ. കൊഴുപ്പായിട്ടാണ് എള്ള്, തേങ്ങ, സൂര്യകാന്തി വിത്ത്. പ്രോട്ടീനായിട്ടാണ് പയറുവർഗ്ഗങ്ങളായ ചെറുപയർ, വൻപയർ, കടല, പരിപ്പ്, ഉഴുന്ന്, ഇവയിലൊക്കെ പ്രോട്ടീനായിട്ടാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി സമുദ്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാം, ഭൂമിയുടെ 3/4 ഭാഗവും സമുദ്രമാണല്ലേ. ഈ സമുദ്രത്തിൽ തന്നെ നിരവധി ജീവജാലങ്ങളുണ്ട്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രങ്ങളെ 3 മേഖലയായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമുദ്രത്തിൻ്റെ ഉപരിതലം മുതൽ ആഴത്തിൽ 200 മീറ്റർ ആഴത്തിൽ നമ്മളതിനെ എന്തു പറയുന്നു? അതിനെയാണ് യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് ധാരാളം ജീവികൾ ഈ ഒരു മേഖലയിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നുണ്ട്. ഇനി 200 മീറ്ററിനും 1000 മീറ്ററിനും ഇടയ്ക്കുള്ള ഭാഗം എങ്ങനെ അറിയപ്പെടുന്നു? അത് ഡിസ്ഫോട്ടിക് മേഖല, ഡിസ്ഫോട്ടിക് സോൺ എന്നറിയപ്പെടുന്നു. ഇവിടെ പ്രകാശ ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായിട്ടുള്ള ജീവജാലങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി 1000 മീറ്ററിനും താഴെയാണെങ്കിൽ അത് എഫോട്ടിക് സോൺ. സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് സ്വന്തമായി പ്രകാശം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. യൂഫോട്ടിക് സോൺ, അതുപോലെ ഡിസ്ഫോട്ടിക് സോൺ, അതുപോലെ തന്നെ നമ്മുടെ എഫോട്ടിക് സോൺ. യൂഫോട്ടിക് ആണെങ്കിൽ 200 മീറ്റർ വരെ, 200നും 1000 മീറ്ററിനും ഇടയിലാണെങ്കിൽ അത് ഡിസ്ഫോട്ടിക് മേഖല എന്നറിയപ്പെടുന്നു. ഇനി 1000 മീറ്ററിനും താഴെയാണെങ്കിൽ അത് എഫോട്ടിക് മേഖല എന്നറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചിട്ടാണ് ഇങ്ങനെ 3 മേഖലകളായി സമുദ്രത്തെ തിരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത് എന്താണ്? മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃത അവശിഷ്ടങ്ങളാണ് അല്ലേ. അത് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതായത് എഫോട്ടിക് മേഖലയിലേക്ക് സൂര്യപ്രകാശം എത്താത്തതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് ഒന്നുമില്ല. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി.
അടുത്തത് കണ്ടൽക്കാട്. നമുക്കറിയാം ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനത്തോളം കണ്ടൽ സസ്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഏകദേശം 1975 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% ഇപ്പോൾ നശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഭാഗം മാത്രം കണ്ടൽക്കാടുകളാണ് കേരളത്തിലുള്ളത്. നമുക്കറിയാം കണ്ടലുകളുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമായിട്ട് കാണപ്പെടുന്നു. അതുപോലെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് അല്ലേ. അതുപോലെ തന്നെ നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള കഴിവ് കണ്ടൽക്കാടുകൾക്കുണ്ട്. സുനാമിയെ തടയുക, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസേജാണ് ഈ കണ്ടൽക്കാടുകളുടെ. അപ്പോൾ തീരപ്രദേശങ്ങളിലെ മണ്ണ് സംരക്ഷണം, മത്സ്യസമ്പത്തിൻ്റെ ഉറവിടം, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമിയെ തടയൽ, ഇവയൊക്കെ കണ്ടൽക്കാടിൻ്റെ ഡ്യൂട്ടിയാണ്. ഇനി കല്ലേൽ പൊക്കുടൻ ആരാന്ന് നോക്കാം. നമുക്കറിയാം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ ഒരു പ്രശസ്തി ആർജിച്ച ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ അല്ലേ. അദ്ദേഹം കുറേ അധികം കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. അത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടൻ പൊക്കുടൻ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ പ്രധാനപ്പെട്ട കാര്യങ്ങളത്. കുറച്ച് വലിയ ചാപ്റ്ററാണ്. നമ്മൾ വളരെ സ്പീഡിലാണ് ക്ലാസ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോയിൻറ്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്കറിയാം PSC എക്സാംസിനൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് കൂടുതൽ പഠിക്കുക. കാരണം ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻസ് പഠിക്കണമെങ്കിൽ അത് SSCRT പഠിക്കാം. കൂടുതൽ നമ്മൾ റാങ്ക് ഫയലുകളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ വൈഡായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് SSCRT പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി വരുന്ന എക്സാംസിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. നമ്മളെല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടുപോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു.